അള്ളാഹുവിന്റെ ഹബീബാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയാണ്, അള്ളാഹുവിന്റെ മാർഗത്തിൽ കൊടുത്ത ഒരു രൂപയേക്കാൾ, മിസ്കീന്മാർക്ക് കൊടുത്ത ഒരു രൂപയേക്കാൾ അള്ളാഹുവിന്റെ അരികിൽ ഏറ്റവും പ്രതിഫലം ലഭിക്കുന്നത് ഭാര്യക്ക് കൊടുത്ത ഒരു രൂപക്കാണ്, മക്കൾക്ക് കൊടുത്ത ഒരു രൂപക്കാണ്, ഉമ്മാക്ക് കൊടുത്ത രൂപക്കാണ്, വാപ്പാക്ക് കൊടുത്ത രൂപക്കാണ്. നിന്റെ കുടുംബങ്ങൾക്ക് വേണ്ടി നീ ചെലവാക്കിയ രൂപക്കാണ് അല്ലാഹുവിന്റെ വലിയ സ്ഥാനം. ഓരോ ദിവസവും പ്രഭാത നേരമായി കഴിഞ്ഞാൽ ആകാശലോകത്തിൽ നിന്ന് രണ്ട് വിഭാഗം മാലാക്കന്മാരിങ്ങനെ ഇറങ്ങി വരും. ഫയഖൂലു അഹദുഹുമാ, രണ്ട് വിഭാഗത്തിൽ നിന്നൊരു വിഭാഗം മലക്കുകൾ ഇങ്ങനെ വിളിച്ചു പറയും, അല്ലാഹുമ്മ അഅതി മുൻഫിഖൻ ഖലഫാ, അല്ലാഹുവേ കുടുംബങ്ങൾക്ക് ദാനം ചെയ്യുന്ന ആളുകൾ, ഭാര്യക്ക് കൊടുക്കുന്നവർക്ക്, മക്കൾക്ക് കൊടുക്കുന്നവർക്ക്, ഉമ്മാക്ക് കൊടുക്കുന്നവർക്ക്, ഉപ്പാക്ക് കൊടുക്കുന്നവർക്ക് പടച്ചോനെ അധികരിപ്പിച്ച് നീ വർദ്ധിപ്പിച്ച് അവരുടെ മുതലിലും അവരുടെ സമ്പത്തിലും എല്ലാത്തിലും നല്ലൊരു വർധനവ് കൊടുക്കണേ അല്ലാഹ്. അല്ലാഹുമ്മ അഅതി മുൻഫിഖൻ ഖലഫാ, ചെലവാക്കുന്നവർക്ക് ധാരാളം കൊടുക്കണേ അല്ലാഹ് എന്നൊരു വിഭാഗം മലക്കുകൾ അല്ലാഹുവിനോട് ദുആ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. പ്രഭാത നേരത്തിൽ ഇങ്ങനെ അവരിറങ്ങി പടച്ചോനോട് ദ്വാരക്ക്, അല്ലാഹ് പടച്ചോനെ കുടുംബങ്ങൾക്ക് ചെലവാക്കുന്ന ആൾക്കാരുണ്ടല്ലോ, ഓൽക്ക് ഇങ്ങനെ വർദ്ധിപ്പിച്ചു കൊടുക്കണേ അല്ലാഹ് എന്നിങ്ങനെ ദുആ ചെയ്യും. മനസ്സിലായില്ലേ? രണ്ടാമത്തെ വിഭാഗമോ വയഖൂലുൽ ആഖറു, രണ്ടാമത്തെ വിഭാഗം മലക്കുകൾ ഇങ്ങനെ ദുആ ചെയ്യും, അല്ലാഹുമ്മ അഅതി മുംസികൻ തലഫാ, പടച്ചറബേ പിടിച്ചു വെക്കുന്ന ആളുകളുണ്ടല്ലോ, അതൊരു ഉറുപ്പിയും കൊടുക്കാതെ ഭാര്യക്ക് പൈസ കൊടുക്കൂല, മക്കൾക്ക് പൈസ കൊടുക്കൂല, ഐറ്റിങ്ങൾ എന്തെങ്കിലും ഒരു ആവശ്യം പറയുമ്പോ അതൊന്നും വാങ്ങിക്കൊടുക്കൂല. കീശലട്ടം പൈസ ഉണ്ടാവും ചെയ്യും. കാക്കങ്ങൾ വരുമ്പോ ആട്ടിറച്ചി തിന്നാൻ വല്ലാത്ത ബുദ്ധിയുണ്ട്, 1 കിലോ ആട്ടിറച്ചി വാങ്ങുമോ എന്ന് ചോദിക്കുമ്പോ മുണ്ടാ പേക്കാടുന്ന 10 രൂപേന്റെ മീൻ വാങ്ങിക്കൊണ്ടുവരാം, മീനാണ് ഏറ്റവും കൂടുതൽ ഔഷധം ഉള്ളതെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ മീൻ വാങ്ങിക്കൊണ്ട് കൊടുക്ക, അങ്ങനെ പിശുക്കുന്ന ആൾക്കാരുണ്ടല്ലോ. അല്ലാഹുവിന്റെ റസൂൽ പറയാണ്, അല്ലാഹുമ്മ അഅതി മുംസികൻ തലഫാ, പിടിച്ചു വെക്കുന്ന ആളുകൾക്ക് അതങ്ങനെ തന്നെ ആവട്ടെ എന്ന് മഹാന്മാരാകുന്ന മലക്കുകൾ ദുആ ചെയ്തുകൊണ്ടിരിക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അന്നബി ഹുറൈറ റളിയല്ലാഹു അൻഹു, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസാണ്, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഹബീബ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ദീനാറുൻ അൻഫഖ്തഹു ഫീ സബീലില്ലാഹ്, അല്ലാഹുവിന്റെ മാർഗത്തിൽ നീ നൽകുന്ന ഒരു രൂപ, അല്ലാഹുവിന്റെ മാർഗത്തിൽ നീ ചെലവാക്കുന്ന ഒരു ദീനാർ, വദീനാറുൻ അൻഫഖ്തഹു ഫീ റഖബ, യുദ്ധരണ ഭൂമിയിലേക്ക് പുറപ്പെടുന്ന വാഹനത്തിന് വേണ്ടി നീ ചെലവാക്കുന്ന ഒരു ദീനാറും. ഒന്ന് അല്ലാഹുവിന്റെ മാർഗത്തിൽ ചെലവാക്കുന്ന ഒരു ദീനാർ, 2 യുദ്ധത്തിലേക്ക് പുറപ്പെടുന്ന വാഹനത്തിന് വേണ്ടി നീ ചെലവാക്കുന്ന ഒരു ദീനാറും, വദീനാറുൻ തസദ്ദഖ്ത ബിഹി അലാ മിസ്കീൻ, പാവങ്ങളായ മിസ്കീന്മാർക്ക് നീ കൊടുക്കുന്ന ഒരു ദീനാർ. ദീനാർ എന്ന് പറഞ്ഞാൽ അവിടുത്തെ അന്നത്തെ കാലത്തുള്ള ദീനാർ 200 ഉറുപ്പിക. അപ്പൊ നമ്മളിങ്ങനെ പറയാം, അള്ളാഹുവിന്റെ മാർഗത്തിൽ ചെലവാക്കുന്ന ഒരു രൂപ, വിശുദ്ധമായ യുദ്ധരണ ഭൂമിയിലേക്ക് പുറപ്പെടുന്ന വാഹനങ്ങൾക്ക് വേണ്ടി നീ കൊടുക്കുന്ന ഒരു രൂപ. മൂന്നാമതായി മിസ്കീന്മാർക്ക് കൊടുക്കുന്ന ഒരു രൂപ. വദീനാറുൻ അൻഫഖ്തഹു അലാ അഹ്ലിക, നാലാമത് മുസ്തഫ നബി തങ്ങൾ പറയുകയാണ്, സഹാബ നിങ്ങൾ നിങ്ങളുടെ അഹ്ലുകാർക്ക് ചെലവാക്കുന്ന ഒരു രൂപ, ഭാര്യക്ക് ചെലവാക്കുന്ന ഒരു രൂപ, മക്കൾക്ക് ചെലവാക്കുന്ന ഒരു രൂപ, അതുപോലെ തന്നെ നിങ്ങളുടെ അഹ്ലുകാർക്ക് ചെലവാക്കുന്ന ഒരു രൂപയുണ്ടല്ലോ. ഹബീബ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, അഅ്ലമുഹാ അജ്റൻ, ആ ചെലവാക്കിയ പണത്തിൽ വെച്ചുകൊണ്ട് ഏറ്റവും വണ്ണമായി അല്ലാഹു സുബ്ഹാനഹു വ തആല നിനക്ക് കൂലി നൽകുന്നത് അല്ലദീ അൻഫഖ്തഹു അലാ അഹ്ലിക,
അന്റെ കുടുംബങ്ങൾക്ക് വേണ്ടി നീ ചെലവാക്കിയിട്ടുണ്ടല്ലോ. ഭാര്യക്ക് വേണ്ടി കൊടുത്തത്, മക്കൾക്ക് വേണ്ടി കൊടുത്തത്, നിന്റെ ഉമ്മാക്ക് നീ ചെലവാക്കിയത്, നിന്റെ ഉപ്പാക്ക് നീ ചെലവാക്കിയത്, അതായിരിക്കും നാളെ മഹ്ശർ എന്ന കോടതിയിൽ ഏറ്റവും കൂലി ലഭിക്കുക എന്ന് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവിനെ സ്വീകരിക്കണേ അല്ലാഹ്. അല്ലാഹുവിന്റെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയാണ്, അല്ലാഹുവിന്റെ മാർഗത്തിൽ കൊടുത്ത ഒരു രൂപയേക്കാൾ, മിസ്കീന്മാർക്ക് കൊടുത്ത ഒരു രൂപയേക്കാൾ അല്ലാഹുവിന്റെ അരികിൽ ഏറ്റവും പ്രതിഫലം ലഭിക്കുന്നത് ഭാര്യക്ക് കൊടുത്ത ഒരു രൂപക്കാണ്, മക്കൾക്ക് കൊടുത്ത ഒരു രൂപക്കാണ്, ഉമ്മാക്ക് കൊടുത്ത രൂപക്കാണ്, വാപ്പാക്ക് കൊടുത്ത രൂപക്കാണ്. നിന്റെ കുടുംബങ്ങൾക്ക് വേണ്ടി നീ ചെലവാക്കിയ രൂപക്കാണ് അല്ലാഹുവിന്റെ അരികിൽ വലിയ സ്ഥാനം. മനസ്സിലായിട്ടില്ലേ? ബാക്കിയൊക്കെ നമ്മൾ പറയാം. ഒരു പള്ളിക്ക് വേണ്ടിയിട്ട് ഒരാൾ 1 ലക്ഷം റുപ്യ കൊടുത്തു. സിദ്ദീഖ ഭാര്യനെ കൊണ്ടുപോയി ഒരു ഷോപ്പിംഗ് നടത്താൻ ഭാര്യയെ കൊണ്ടുപോയി. അതിനൊന്നും എതിരില്ല. ചില ആളുകൾ അങ്ങനെ വല്ലാണ്ട് അങ്ങോട്ട് അടിച്ചേണ്ട പിന്നെ ഷോപ്പ് എടുത്ത വസ്ത്രം കിട്ടുമോ അങ്ങനെ പക്ഷെ ഒരു മറയോടുകൂടെ ഒക്കെ പോവുക, നിസ്കാരം ഒഴിവാക്കാതെ ഒരു മറയോടുകൂടെ അങ്ങനെ ആർഭാടങ്ങളില്ലാതെ അങ്ങനെയൊക്കെ പോയി ഒക്കെ എടുത്തു പോരുക. അപ്പം ഏറ്റവും എടുക്കാൻ ചില ആളുകൾ പറയും, എന്താ ഉസ്താദേ റമദാൻ്റെ കഥ, എല്ലാ ആൾക്കാരൊക്കെ ഷോപ്പിങ്ങിലാണ്, എല്ലാ ഷോപ്പ് പോകാതെ സാധനം കിട്ടുമോ? ഷോപ്പ് പോകാതെ സാധനം കിട്ടുമോ? പെരുന്നാൾക്ക് എന്ത് ഇടണ്ടേ? എന്നിട്ട് നല്ല വഴന്നും പറയും പെരുന്നാളിന് നല്ല ഡ്രസ്സും ധരിക്കണം. പീടിക പോകാതെ കിട്ടുമോ? കിട്ടുന്ന മാർഗ്ഗമൊക്കെ പണ്ട്, പക്ഷെ ആ മാർഗത്തിൽ ചിലപ്പോൾ നമ്മൾ വിചാരിച്ചാവില്ല കിട്ടിയത്. ഇത് ഞാൻ വിചാരിച്ചല്ല എന്ന് പറഞ്ഞാൽ മടക്കിയൊന്നും കൊണ്ടുപോകില്ല ചിലപ്പോൾ അങ്ങനത്തെ അങ്ങനെ. പക്ഷെ അപ്പോൾ പോകണമെങ്കിൽ നിസ്കാരം കളാക്കാതെ, തറാവി ഒഴിവാവാതെ, അല്ലേ, പറയിപ്പിക്കാതെ, ദീനെ പറയിപ്പിക്കാതെ പോവുക. നമുക്ക് ഇഷ്ടമുള്ള എടുത്തു പോരാ. സിദ്ദീഖ പെണ്ണുങ്ങളെ കൊണ്ടുപോയി അള്ളാന്റെ പള്ളിക്ക് 1 ലക്ഷം രൂപ കൊടുത്തിട്ടുണ്ട്. സിദ്ദീഖ 36 പെണ്ണുങ്ങളെ കൊണ്ടുപോയി. എന്നിട്ട് ടെക്സ്റ്റൈൽസിൽ ചെന്നിട്ട് നല്ല വില പിടിപ്പുള്ളൊരു ചുരിദാർ എടുത്തു. കൊടുത്ത് വാങ്ങിക്കോന്നാണ്. എന്നാൽ അള്ളാഹുവിന്റെ പള്ളിക്ക് വേണ്ടി ചെലവാക്കിയതിനേക്കാൾ കൂലി അതിനുണ്ട്. അതേപോലെ തന്നെയാണ് ഭക്ഷണം. വീട്ടിൽ നല്ല ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുക. അവൻ വലിയൊരു നോമ്പുതുറ സൽക്കാരം നടത്തി, അതിൽ മനോഹരമായ ഭക്ഷണങ്ങളുണ്ട്, അതിനൊക്കെ കൂലിയുണ്ട്. എന്നാൽ ആ കൂലികളുടെ കൂട്ടത്തിൽ ഏറ്റവും വലിയ കൂലി അഖിലുകാരുടെ മേൽ ചെലവാക്കിയതിനാണ്. അഖിലുകാരുടെ മേൽ ചെലവാക്കൽ വളരെ കുറവ് ആൾക്കാർ. അതുകൊണ്ട് തന്നെയാണ് ഈ ഹദീസ് പറയാണ്ടായ കാരണം. നല്ലോണം കൊടുക്കുക മക്കൾക്ക്. മനസ്സിലായിട്ടില്ലേ? അതുപോലെ തന്നെ പേരക്കുട്ടിയൊക്കെ ഒരു പെരുന്നാ പൈസ കൊടുക്കുക. പഴയ കാലത്തൊക്കെ ഉണ്ടായിരുന്നു, പെരുന്നാ പൈസ കൊടുക്കലൊക്കെ ഉണ്ടായിരുന്നു, അല്ലേ? ഉമ്മർദീനൊക്ക ഇപ്പം ഉണ്ടോ? ഇപ്പം ഉണ്ടോ ചോദിച്ചാൽ പഴയ കാലത്ത് കിട്ടിയത് ഇപ്പം കയ്യിലുണ്ട്. അങ്ങനെ തന്നെയല്ലേ? പഴയ കാലത്ത് കിട്ടിയത് ഇപ്പോൾ കയ്യിലുണ്ട് എന്നായിരിക്കും ചിലപ്പോൾ പറയണ്ടാകുക. അതൊക്കെ തുടങ്ങണം. നമ്മൾ രണ്ടാമത് വല്യമാരെ തുടങ്ങണം. നിങ്ങളെ ബുദ്ധി അതൊക്കെ പഴയ കാലത്ത് വലിയ കൂലി, അള്ളാന്റെ അരികിൽ വലിയ കൂലിയാണ് അതിന്. പെരുന്നാളിന് മക്കൾ വരുമ്പോ ഒരു പെരുന്നാൾ പണം കൊടുക്കുക, അതിന് കൂലിയുണ്ട്, സവാബുണ്ട്, വലിയ സവാബുണ്ട് അതിന്. മറ്റുള്ളതിലേക്ക് ചെലവാക്കുന്നതിനേക്കാൾ സവാബ് നിന്റെ അഖിലുകാർക്ക് കൊടുക്കലാണെന്ന് റസൂലുള്ളാഹ്. അതിന്റെ അർത്ഥം മറ്റുള്ളതിന് കൊടുക്കണ്ടെന്ന് കൊടുത്തോളൂ, മക്കൾക്കും നമ്മൾ നല്ലോണം ചെലവാക്കണം. അള്ളാഹുവിന്റെ റസൂല് പറയുന്നു, അഫ്ളലു ദിനാറുകളുടെ കൂട്ടത്തിൽ ഏറ്റവും ശ്രേഷ്ഠമായ രൂപ യുൻഫിഖുഹു റജുലു ദീനാറുൻ യുൻഫിഖുഹു അലാ ഇയാലിഹി. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, കുടുംബത്തിന് ചെലവാക്കുന്ന ദീനാറിന് നാളെ റബ്ബിന്റെ കോടതിയിൽ വലിയ സ്ഥാനമുണ്ടെന്ന്
ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പോരാ, മഹാനാകുന്ന അബൂ മസ്ഊദ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസ്, മഹാനവറുകൾ ബദർ യുദ്ധത്തിൽ പങ്കെടുത്ത ആളാണ് അബൂ മസ്ഊദ് റളിയല്ലാഹു അൻഹു. അവരുദ്ധരിക്കുന്ന ഹദീസ്, അനിൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല ഇദാ അൻഫഖ الرجل على أهله نفقة يحتسبها. ഹബീബാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഇദാ അൻഫഖ الرجل, ഒരു മനുഷ്യൻ സദഖ ചെയ്തു, അലാ അഹ്ലി, അവന്റെ കുടുംബത്തിന്റെ മേൽ, നഫഖതൻ യഹ്തസിബുഹാ, അതുകൊണ്ട് അവൻ കൂലിയെ ആഗ്രഹിച്ചിട്ടുണ്ട്. അവൻ കൂലി ആഗ്രഹിച്ചുകൊണ്ടാണ് സദഖ ചെയ്തതെങ്കിൽ ഫയലഹു സദഖ, അത് സദഖയുടെ കൂട്ടത്തിൽ എണ്ണമെന്ന് റസൂലുള്ളാഹ്. നിയ്യത്ത് വെക്കണം, ഇതിന്റെ സദഖയാണ്, ഇത് ഞാൻ ഭാര്യക്ക് കൊടുക്കുന്ന സദഖയാണ്. സക്കാത്തല്ല, സക്കാത്ത് ഭാര്യ കൊടുക്കാൻ പറ്റില്ല. നാളെ ഒരാൾ മസ്ജിദ് വെച്ചിട്ടുണ്ട്, അതിന്റെ സക്കാത്തിന്റെ പെണ്ണുങ്ങൾ കൊടുക്കാൻ പറ്റുമോ? അത് പറ്റൂല. മനസ്സിലായില്ലേ? സദഖയാണ്, സദഖ കൊടുക്കുക, ഭാര്യക്ക് സദഖ കൊടുക്കുക. അത് അള്ളാഹുവിന്റെ കോടതിയിൽ പടച്ചോനെ എനിക്കിതിന് കൂലി നൽകണമെന്ന് ആഗ്രഹിച്ചു കഴിഞ്ഞാൽ അത് സദഖയാണ്. ആ സദഖയാകട്ടെ സദഖകളുടെ കൂട്ടത്തെ ഏറ്റവും വലിയ സദഖയാണ്. മക്കൾ കൊടുക്കുന്നത്, ഭാര്യക്ക് കൊടുക്കുന്നത്, എല്ലാവർക്കും കൊടുക്കും. മക്കൾ കൊടുക്കുമ്പോൾ സൂക്ഷിക്കണം. മക്കൾ കൊടുക്കുമ്പോൾ സൂക്ഷിക്കണം. എങ്ങനെ? മക്കൾക്ക് കൊടുക്കുന്ന സമയത്തിൽ അവിടെ വിവേചനം പാടില്ല. അവിടെ മക്കൾ കൊടുക്കുന്ന സമയത്തിൽ മൂത്തോന് വേറെ, ഇളോന് വേറെ, മോൾക്ക് വേറെ, അങ്ങനെ കൊടുക്കാൻ പാടില്ല. വിവേചനം പാടില്ല. വിവേചനം ചെയ്യുന്നവനോട് അള്ളാഹു വിവേചനം ചെയ്യുമെന്ന് റസൂലുള്ളാഹ്. മക്കളുടെ ഇടയിൽ വിവേചനം ചെയ്യുന്ന ആളുകളുണ്ടല്ലോ, അങ്ങനത്തവരോട് അള്ളാഹും വിവേചനം ചെയ്യുമെന്ന് റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരിക്കലും അത് ചെയ്യരുത്. കുപ്പായ എങ്ങനെ എടുക്കണം? മക്കൾ ഇങ്ങനെ കുപ്പായ എടുക്കുകയാണ്. കുപ്പായ എടുക്കുമ്പോൾ അവരോട് പറയാം ഇഷ്ടമുള്ള എടുത്തോളി എന്ന് പറയണം. മനസ്സിലായില്ലേ? ഞാൻ എൻ്റെ കുട്ടികളായിട്ട് പോയപ്പോൾ പറഞ്ഞു ഇഷ്ടമുള്ള എടുത്തോന്ന്. അപ്പോൾ ആ ഷോപ്പുകാരൻ ചോദിച്ചു, ബംഗാളി വേണോ? നാടന്മാരിൽ ചോദിച്ചു, ബംഗാളി ഷർട്ട് ഉണ്ടോ? അറിയാം ഒക്കെ പറഞ്ഞിന്, ബംഗാളി ഷർട്ട് എന്തൊക്കെയോ. ഇസ്ലാം അനുവദിക്കാത്ത വേഷങ്ങളുണ്ട്. അവൻ ഏത് ബംഗാളി ഷർട്ടൊക്കെ, ബംഗാളി ആ നീയത്തൊക്കെ ഞാൻ ഓനക്ക് ഇഷ്ടപ്പെട്ടൊരു കുപ്പായം എന്നുള്ള നിലക്ക് ഇട്ടോട്ടെ, അതിനോടൊന്നും എതിരില്ലല്ലോ. ഫാഷൻ എതിരുണ്ട് ഇസ്ലാം? ഇല്ലല്ലോ, ഒരു എതിരൊന്നുമില്ല. പക്ഷേ ഇസ്ലാം ഇന്ന് എതിരാകുന്ന ഫാഷൻ, ആണുങ്ങളുടെ വേഷം പെണ്ണുങ്ങൾ ധരിക്കുക, പെണ്ണിൻ്റെ വേഷം ആണ് ധരിക്കുക, അത് പാടില്ല. അതേപോലെ തന്നെ ഔറത്ത് വെളിവാകുന്ന വേഷങ്ങൾ ധരിക്കരുത്. മനസ്സിലായിട്ടില്ലേ? അല്ല, ഇപ്പോൾ ഒരു നല്ലൊരു കുപ്പായ ഇട്ടു, നല്ലൊരു ഫാൻറ്റ് കൊടുത്തു, അതിനിപ്പോൾ വലിയ കുഴപ്പമൊന്നുമില്ലല്ലോ. നല്ല വിലയുള്ള ഒരു ലിനിൻ്റെ ഷർട്ട് എടുത്തു, നല്ല വിലൻ്റെ ഒരു തുണി എടുത്തു. അല്ലാ, ഇസ്രാഫ്! എന്ത് ഇസ്രാഫ്? ഓൻ്റെ മേത്തിടണല്ലേ, ഓൻ്റെ ആഗ്രഹങ്ങളല്ലേ. അത് ഇസ്രാഫൊന്നല്ല, അത് അമിതമൊന്നുമല്ല. വസ്ത്രങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും വലിയ വിലയുള്ള വസ്ത്രം പെരുന്നാളിന് ധരിക്കണമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വിമാനബിതങ്ങൾക്കൊരു സ്വഹാബി വരൻ നല്ല വിലപിടിപ്പുള്ള വസ്ത്രം എടുത്തു കൊടുത്തിട്ടുണ്ട്. മൊയ്ലാര് നല്ല വസ്ത്രം ഇടാനുള്ള ഒരു പരിപാടി ഉണ്ടെന്നാ തോന്നുന്നത്. അതുകൊണ്ടേക്ക് ഈ ഹദീസ് ഇങ്ങനെ മൊയ്ലാര് പോളിസ്റ്ററിന്റെ കുപ്പായ ഇടുന്നത് എന്നും എനിക്ക് ഏറ്റവും ഇഷ്ടവും തന്നെ പോളിസ്റ്ററിന്റെ കുപ്പായോ, അതിലേക്ക് നല്ല ഉജാല മുക്കലും. ഇനി അതുകൊണ്ട് നാളെ ഉജാലയായിട്ട് ഇവിടെ വരാൻ നിൽക്കണ്ട. നാളെ പഠിച്ചോനെ ഞാൻ ഏതോ ഒരു വാതിൽ എനിക്ക് കോഴിമുട്ടനോട് ഭയങ്കര ഇഷ്ടമാണെന്ന് പറഞ്ഞപ്പോൾ കോഴിമുട്ടയായിട്ട് ഇങ്ങനെ വരുന്ന ആൾക്കാർ ഇനി നാളെ ഉജാലയായിട്ട് വരട്ടെ. മനസ്സിലായിട്ടില്ലേ? എനിക്ക് എൻ്റെ ഇഷ്ടമാണത്, എൻ്റെ ഒരു ഇഷ്ടമാണ്. എനിക്ക് പെരുന്നാളിലുള്ള ഏറ്റവും വലിയ വെറുപ്പയിൽ ഉജാല മുക്കാൻ കഴിയൂല എന്നുള്ള വിഷമ. കാരണം പുതിയ കുപ്പായത്തിൽ ഉജാല മുക്കൂലല്ലോ. ഉജാല മുക്കാന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇഷ്ടം. എന്നോട് ആൾക്കാരൊക്കെ പറയും നിങ്ങളൊരു ഉജാല എൻ്റെ ഇഷ്ടമാണ്, എൻ്റെ തൃപ്തി അതാണ്. ചിലർ ഉജാല മുക്കാതെ നല്ല ലിൻ്റെ കോട്ടൺ ഷർട്ട് ഇടും. അത് ഓരുടെ തൃപ്തിയാണ്, ഓരുടെ മനസ്സിൻ്റെ ആഗ്രഹവും സന്തോഷമാണ്. അത് ഇസ്രാഫല്ല. മനസ്സിലായി? അത് ഇസ്രാഫേ അല്ല. അത് മുതലിനെ അന്യായമായ വെറുതെ ദൂർത്തടിച്ച് കളയുന്ന സംഗതിയല്ല. ഒരു മനോഹരമായ ഒരു വീടുണ്ടാക്കി അതെങ്ങനെ ഇസ്രാഫാണ്? ഓൻ്റെ വീട്ടിൽ ഓൻ്റെ മക്കൾക്കും ഓൻ്റെ ഭാര്യക്കും ഓൻ്റെ ഉമ്മാക്കും ഉപ്പാക്കും നല്ലപോലെ കടന്നുറങ്ങണം എന്നുള്ള പൂതി ഓൻക്കുണ്ടാവില്ലേ? ഓൻക്കുണ്ടാക്കിക്കൂടെ? ഓനടുത്ത് കായുണ്ടെങ്കിൽ ഒരാളടുത്ത് നിന്ന് പിടിച്ചു പറിക്കാതെ ഓന് ഹറാമായ മുതലൊന്നുമില്ലാതെ ഓൻ അധ്വാനിച്ചുണ്ടാക്കണ പുരയിൽ ഓൻ കൊണ്ടതിന് എന്താ പമ്മക്ക്? അപ്പോൾ അതിന് ഇസ്രാഫ് എന്ന് പറഞ്ഞെടുക്കുന്ന ആളുണ്ടാവും. ആ ഇസ്രാഫ് അല്ല, അത് വേറെ രോഗ, അസൂയ എന്നൊക്കെ അതിന് പറയും.
നമ്മൾ അങ്ങനത്തെ ഒന്നിനും പോകണ്ട. മനസ്സിലായിട്ടില്ലേ? മർദീനാക്ക് കഴിവുണ്ടെങ്കിൽ മർദീനാക്ക് തുണിപ്പായും വാങ്ങിട്ടോട്ടെ. അതിന് ഇസ്രാഫും അമിതമാണ്, ഭയങ്കര ദൂർത്താണ്. മൂപ്പര് പിന്നെ വയസ്സുകൊണ്ട് നോക്കുകയാണെങ്കിൽ 92 വയസ്സായിട്ടുണ്ട്, എന്നിട്ട് മൂപ്പരിടുന്ന കുപ്പായം കണ്ടില്ലേ എന്ന് പറഞ്ഞിട്ടൊന്നും കളിയാക്കാൻ നിൽക്കൊന്നും വേണ്ട. മൂപ്പര മനസ്സ് തിങ്ങുന്ന മൂപ്പര കുപ്പായം മൂപ്പരിട്ടോട്ടെ. അത് ഇസ്ലാമിനെതിരാവാഞ്ഞാൽ മതി, അവരുടെ മതത്തിനെതിരാവാഞ്ഞാൽ മതി. മനസ്സിലായിട്ടില്ല? അങ്ങനെ ചെയ്യുന്ന സദഖയുണ്ടല്ലോ, അതെ മക്കൾക്കൊക്കെ നല്ല വസ്ത്രം വാങ്ങി കൊടുക്കുക. മനസ്സിലായിട്ടില്ലേ? ഈ സമയത്തൊക്കെ ഐറ്റിങ് അങ്ങനെ. പക്ഷേ ഐറ്റിങ്ങൾ വഴി വേച്ചു പോവാണ്. ഈ വഴി വേച്ചു പോകുന്നത് എങ്ങനെയാണെന്നറിയോ? നമ്മൾ അകലുമ്പോഴാണ് അവർ വഴി വേച്ചു പോവുക. നമ്മൾ മക്കളുമായി അകലുമ്പോഴാണ് മക്കൾ വഴി വേച്ചു പോവുക. മക്കളുടെ കേസുകൾ കേൾക്കാനും മക്കളുടെ പരാതികൾ കേൾക്കുവാനും അവരുടെ കൂടെ ഒന്ന് കുറഞ്ഞ സമയമെങ്കിലും ചെലവഴിക്കാനും നമ്മൾ സമയം കണ്ടെത്തിയിട്ടില്ലെങ്കിൽ അവർ പിന്നെ അവരുടെ ആശയം പങ്കുവെക്കാൻ കഴിയുന്ന ആളുകളുമായി അവർ കൂട്ടുകെട്ട് കൂടി ആ കൂട്ടുകെട്ടിലൂടെ അവരങ്ങനെ പോകും. പിന്നെ വഴിവെച്ചു പോകും. അത് ഈ കുപ്പായം കൊണ്ടും ഫാൻറ്റും കൊണ്ടും അല്ല വഴിവെച്ചു പോകുന്നത്. മനസ്സിലായിട്ടില്ലേ? നമ്മളുടെ രീതിയും ശൈലിയും സ്വഭാവവും നമ്മൾ മക്കളോട് കാണിക്കുന്നതൊക്കെ അങ്ങനെ ആയിരിക്കണം. അല്ലാഹു ഇനി ഖൈർ നൽകണേ അല്ലാ. അപ്പം ഞാൻ പറഞ്ഞത്, ഒരു കുട്ടിക്ക് ഏറ്റവും ചെറിയ കുട്ടിക്ക് നല്ല ഡ്രസ്സ് എടുത്ത് കൊടുക്കുക. വലിയ കുട്ടിക്കോ ഏതെങ്കിലും നിർത്താൽ മതി. അത് നിൽക്കണം. അവിടെ വെക്ക, അവിടെ 950 ഉറുപ്പിൻ്റെ കുപ്പായ എടുക്കുക. അവിടെ വെക്ക്. കീശയിൽ എത്ര ഉണ്ട്? കീശയിൽ 16 ഉറുപ്പിക ഇട്ടിട്ടാണ് വരുന്നത്. എന്നിട്ട് ഈ കുഞ്ഞൊരു 950 ഉറുപ്പിൻ്റെ ഒരു കുപ്പായ എടുക്കുക. അവിടെ വെക്കടെ. 950 കുപ്പായ അവിടെ വെക്ക്. 150 200 നോക്കി. എന്നിട്ട് ഇങ്ങനെ പിശുക്കിങ്ങായിട്ട് ഇങ്ങനെ വേണ്ട ആ കയറ്റിയും കൊണ്ട് വാങ്ങിക്കൊടുത്താളി. അള്ളാഹ് ഭയങ്കര ഇങ്ങനെ ലേക്ക് ഇങ്ങനെ വരുന്നുണ്ടല്ലോ. ഷഫി എന്താണ് അള്ളാഹു അത് നോക്കിയാണ് നിങ്ങൾ. ഏതായിരുന്നാലും അത് ചെയ്യണമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നാൽ ഹബീബാ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മറ്റൊരു ഹദീസിൽ പറയുന്നു, അൻ അബീ ഹുറൈറ റളിയല്ലാഹു അൻഹു അന്ന നബിയ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല. ഹബീബാ നബി തങ്ങൾ പറയുകയാണ്, അല്ലാഹുവിന്റെ റസൂൽ പറയാണ്, ഓരോ ദിവസവും പ്രഭാത സമയമായാൽ യുസ്ബിഹുൽ ഇബാദു ഫീഹി ഇല്ലാ മലക്കാനി യൻസിലാൻ. ഓരോ ദിവസവും പ്രഭാത നേരമായി കഴിഞ്ഞാൽ ആകാശലോകത്തിൽ നിന്ന് 2 വിഭാഗം മാലാക്കന്മാരിങ്ങനെ ഇറങ്ങി വരും. ഫയഖൂലു അഹദുഹുമാ, 2 വിഭാഗത്തിൽ നിന്നൊരു വിഭാഗം മലക്കുകൾ ഇങ്ങനെ വിളിച്ചു പറയും, അല്ലാഹുമ്മ അഅതി മുൻഫിഖൻ ഖലഫാ. അല്ലാഹുവേ, കുടുംബങ്ങൾക്ക് ദാനം ചെയ്യുന്ന ആളുകൾ, ഭാര്യക്ക് കൊടുക്കുന്നവർക്ക്, മക്കൾക്ക് കൊടുക്കുന്നവർക്ക്, ഉമ്മാക്ക് കൊടുക്കുന്നവർക്ക്, ഉപ്പാക്ക് കൊടുക്കുന്നവർക്ക്, പടച്ചോനെ അധികരിപ്പിച്ച് നീ വർദ്ധിപ്പിച്ച് അവരുടെ മുതലിലും അവരുടെ സമ്പത്തിലും എല്ലാത്തിലും നല്ലൊരു വർധനവ് കൊടുക്കണേ അല്ലാ. അല്ലാഹുമ്മ അഅതി മുൻഫിഖൻ ഖലഫാ, ചെലവാക്കുന്നവർക്ക് ധാരാളം കൊടുക്കണേ അല്ലാ എന്നൊരു വിഭാഗം മലക്കുകൾ അല്ലാഹുവിനോട് ദുആ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. പ്രഭാത നേരത്തിൽ ഇങ്ങനെ അവരിറങ്ങി പടച്ചോനോട് ദ്വാരക്കല്ലോ, പടച്ചോനെ കുടുംബങ്ങൾക്ക് ചെലവാക്കുന്ന ആൾക്കാരുണ്ടല്ലോ, ഓൽക്ക് ഇങ്ങനെ വർദ്ധിപ്പിച്ചു കൊടുക്കണേ അല്ലാ എന്നിങ്ങനെ ദുആ ചെയ്യും. മനസ്സിലായില്ലേ? രണ്ടാമത്തെ വിഭാഗമോ വയഖൂലുൽ ആഖറു, രണ്ടാമത്തെ വിഭാഗം മലക്കുകൾ ഇങ്ങനെ ദുആ ചെയ്യും, അല്ലാഹുമ്മ അഅതി മുംസികൻ തലഫാ. പടച്ചറബേ, പിടിച്ചു വെക്കുന്ന ആളുകളുണ്ടല്ലോ, അതായത് ഒരു ഉറുപ്പിയും കൊടുക്കാതെ ഭാര്യക്ക് പൈസ കൊടുക്കൂല, മക്കൾക്ക് പൈസ കൊടുക്കൂല, ഐറ്റിങ്ങൾ എന്തെങ്കിലും ഒരു ആവശ്യം പറയുമ്പോ അതൊന്നും വാങ്ങിക്കൊടുക്കൂല. നാക്ക് ഈ ശേലട്ടം പൈസ ഉണ്ടാവും ചെയ്യും. കാക്ക നിങ്ങൾ വരുമ്പോ ആട്ടിറച്ചി തിന്നാൻ വല്ലാത്ത ബുദ്ധിയുണ്ട്, 1 കിലോ ആട്ടിറച്ചി വാങ്ങുമോ എന്ന് ചോദിക്കുമ്പോ ഇത് മുണ്ടാപ്പേക്കാടുന്ന 10 ഉറുപ്പ്യൻ്റെ മീൻ വാങ്ങിക്കൊണ്ടുവരാം, മീനാണ് ഏറ്റവും കൂടുതൽ ഔഷധം ഉള്ളതെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ മീൻ വാങ്ങിക്കൊണ്ട് കൊടുക്കുക. അങ്ങനെ പിശുക്കുന്ന ആൾക്കാരുണ്ടല്ലോ. അല്ലാഹുവിന്റെ റസൂൽ പറയാണ്, അല്ലാഹുമ്മ അഅതി മുംസികൻ തലഫാ, പിടിച്ചു വെക്കുന്ന ആളുകൾക്ക് അതങ്ങനെ തന്നെ ആവട്ടെ എന്ന് മഹാന്മാരാകുന്ന മലക്കുകൾ ദുആ ചെയ്തുകൊണ്ടിരിക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതിന്റെ അർത്ഥമില്ലാത്ത മുതലൊക്കെ കൂടെ വാങ്ങിക്കൊണ്ട് വന്നിട്ട് ഈറ്റിങ് ചെലവാക്കണം, നല്ല വിളമരം അതിന്റെ അർത്ഥം. അങ്ങനെ ചില ആളുകൾ വിചാരിക്കും,
ഇല്ലാത്ത മുതൽ പിന്നെ ഒരു പെരുന്നാളാണ്, പഠിച്ചോനെ നല്ലോണം കൊടുക്കണം എന്ന് വിചാരിച്ചിട്ട് ഒരു ആകപ്പാടവൻ്റെ കയ്യിൽ 5000 റുപ്യ ഉള്ളൂ. ആ 5000 റുപ്യ ആയിട്ട് വന്ന ഇയാള് പഠിച്ചോനെ ഇനിയിപ്പോൾ എന്താ കാട്ടിയിട്ട് കൂടി താക്ക ചിലവാക്കണമെന്നില്ല. ഒരു 5000 റുപ്യ ഉണ്ടെങ്കിൽ 2500 ചിലവാക്കുക. 1500 കീശന്നോട്ടെ, എന്തിനാ? എന്തെങ്കിലുമൊക്കെ ആവശ്യം ഉണ്ടാവില്ലേ? പുരയിൽ നിൽക്കല്ലേ, എന്തേ പറ്റിപ്പോയാലും ആർക്കെങ്കിലും അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ എന്ന് പിടിച്ചു കൂട്ടിക്കൊണ്ട് ഹോസ്പിറ്റൽ അവിടെ ചിലവാവൂലേ? ഇനി അതുമല്ല, നാളെ പെരുന്നാളില്ല, എന്തേലൊക്കെ അങ്ങനെ കുറച്ചിത്തിരി എന്നിട്ട് ആ 1500 കീശയ്ക്ക് ഇടുമ്പോൾ തവക്കൽതു അലല്ലാഹ് എന്ന് പറയാം. ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് എന്ന് പറയാം. എന്നാൽ അത് അവിടെ തന്നെ അനങ്ങാതെ കടന്നോളൂ. നേരെ മറിച്ച് 5000 റുപ്യൻ്റെ 5000 റുപ്യ കീശയിലുണ്ട്, ഇനി 2500 റുപ്യ ചിലവായി ഈ ടെക്സൈസിലും അങ്ങനെയുള്ള സംഗതികളിലും. എന്നിട്ട് വരുന്ന സമയത്തിൽ പിരാക്കുക, 5000 റുപ്യ കിട്ടാൻ എത്ര പണിയിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കണം. എത്ര വെയിലുടങ്ങ ഞാൻ 1500 റുപ്യ ബാക്കിയുള്ളൂ മനുഷ്യന്മാർ ഇടങ്ങിറക്കാൻ. എന്നിട്ട് ഇത് കീശയിലില്ല. അപ്പോൾ ഒക്കെ കൂടി കൊണ്ടുപോകുമ്പോൾ ബൈക്കാടും തട്ടു, അല്ലെങ്കിൽ കാറാടും തട്ടുമായിരുന്നു. ആ വർക്ക് ഷോപ്പ് കൊണ്ടുപോകുമ്പോൾ ഈ 1500 ബ്ലും. നേരെ മറിച്ച് ആ ഷോപ്പിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ മാഷാ അല്ലാഹ്, മക്കൾക്ക് ഇഷ്ടപ്പെട്ടടി, അങ്ക് ഇഷ്ടപ്പെട്ട? ആ ഇഷ്ടപ്പെട്ടു. മോനെ പിന്നെ അങ്ക് ഇഷ്ടപ്പെട്ട? ആ മോൾക്ക് ഇഷ്ടപ്പെട്ട? അൽഹംദുലില്ലാഹ്. 5000 റുപ്യ കൊണ്ടുവന്ന് ബാക്കി 1500 ഉണ്ടല്ലോ, മാഷാ അല്ലാഹ്. ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് കീശയെ കാട്ടിട്ടാളാ, അത് അവിടെ ഉണ്ടാവും.